ഇവിടെ നിരവധി തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗം അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ധീര രക്തസാക്ഷിത്വങ്ങളിലൂടെയും പാർലമെന്റിൽ നടത്തിയ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാം നേടിയെടുത്തതാണ്. ബോണസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, തൊഴിൽ സമയ ക്ലിപ്തത, തൊഴിലിടങ്ങളിൽ അന്തസ്സോടെ ജോലിയെടുക്കാനുള്ള സാഹചര്യം, സ്ത്രീകളുടെ അവകാശങ്ങൾ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം വർഷങ്ങളുടെ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് തൊഴിലാളി വർഗം നേടിയെടുത്തത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മാനേജ്മെന്റോ കോർപ്പറേറ്റുകളോ ഗവൺമെന്റോ ഇന്ന ആനുകൂല്യം നിങ്ങൾക്ക് അവകാശങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അത്തരത്തിലുള്ള 29ഓളം ട്രേഡ് യൂണിയൻ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റി ആ കോഡുകളിൽ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള സമീപനം മാത്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നാം കാണുകയാണ്. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള നിയമന നിരോധനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. പിൻവാതിൽ നിയമനങ്ങൾ, അതുപോലെ തന്നെ കരാർ, ഫിക്സഡ് ടൈം തൊഴിലാളിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇപ്പോൾ 26 ടൂറിസ്റ്റുകളെ വെടിവെച്ചുകൊന്ന് പഹൽഗ്രാമിലുണ്ടായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായിട്ടുള്ള 2 ദിവസത്തെ പോരാട്ടമുണ്ടായി. ആ സമയത്ത് പുറത്തു വന്ന വാർത്ത ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ്, നേവി, സേനകളിൽ വരെ ഉണ്ട് എന്നതാണ്.